നമസ്കാരം, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ MCQ ഡിസ്കഷൻ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is a DNA virus? ഇൻഫ്ലുവൻസ, HIV, ഹെർപ്പസ് സിംപ്ലക്സ്, റാബീസ്. ഇതിൽ ഏതാണ് DNA വൈറസ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. ഹെർപ്പസ് സിംപ്ലക്സ് ആണ് ഒരു DNA വൈറസ് ഉള്ളത്. ഹെർപ്പസ് സിംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു DNA വൈറസ് ആണ്. അത് ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. ഇൻഫ്ലുവൻസ, HIV, റാബീസ് എല്ലാം എന്ത് ടൈപ്പ് ഓഫ് വൈറസ് ആണ്? RNA വൈറസുകളാണ്. Endosspore formation is a characteristic of E. coli, Clostridium, Streptococcus, Mycobacterium. Endosspore formation ഇതിൽ ഏതിന്റെ characteristics ആണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാമായിരുന്നു. ഏതാണ്? ഓപ്ഷൻ ബി, ക്ലോസ്ട്രീഡിയം ആണ്. ക്ലോസ്ട്രീഡിയത്തിന്റെയും അതുകൂടാതെ ബാസിലസിന്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എൻഡോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന എൻഡോസ്പോർ ഫോർമേഷൻ ഉള്ളത്? ഇറ്റ് ഹെൽപ്സ് ഇൻ സർവൈവൽ. ഏതെങ്കിലും അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഈ പറയുന്ന ഓർഗാനിസത്തിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻഡോസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇൻ ബാച്ച് കൾച്ചർ, ബാക്ടീരിയ എക്സിബിറ്റ് ഗ്രോത്ത് ഫേസ് ഇൻ ദി ഓർഡർ. എങ്ങനെയായിരിക്കും ബാക്ടീരിയൽ ഗ്രോത്ത് ഫേസ്? എപ്പോഴും ഫസ്റ്റ് എന്തായിരിക്കും? ഒരു ലാഗ് ഫേസ് ഉണ്ടാവും. ലാഗ് ഫേസ് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്രോത്ത് ഫേസ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ് അല്ലെങ്കിൽ ലോക്ക് ഫേസ് എന്ന് പറയുന്നു. ലോക്ക് ഫേസ് ഉണ്ടാവും. പിന്നീട് ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും. പിന്നീട് ഒരു ഡിക്ലൈൻ ഫേസ് ഉണ്ടാവും. ലാഗ്, ലോക്ക്, സ്റ്റേഷനറി, ഡിക്ലൈൻ. ഇത് ഏത് ഓപ്ഷനിലാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ലാഗ്, ലോക്ക്, സ്റ്റേഷനറി, ഡിക്ലൈൻ എന്നാണ് ഗ്രോത്ത് ഫേസിന്റെ ഓർഡർ എന്ന് വരുന്നത്. ബാച്ച് കൾച്ചറിൽ നമ്മൾ പറഞ്ഞു ലാഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു അഡാപ്റ്റ് ചെയ്ത് എൻസൈംസ് എല്ലാം സിന്തസൈസ് ചെയ്യുന്ന ആ ഒരു പീരീഡ് ആണ് ലാഗ്. ലോഗ് എന്ന് പറഞ്ഞാൽ എൻസൈംസും അവരെല്ലാം അഡാപ്റ്റ് ചെയ്തതിനു ശേഷം പെട്ടെന്നുണ്ടാകുന്ന റാപ്പിഡ് ഡിവിഷൻ ആണ് ലോഗ് ഫേസ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി എന്ന് പറഞ്ഞത് ഈ പറയുന്ന ന്യൂട്രിയൻസ് എല്ലാം കുറഞ്ഞ് വേസ്റ്റ് ഇൻക്രീസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ പറയുന്ന ബാക്ടീരിയയുടെ ഡിവിഷൻ അങ്ങ് സ്റ്റേഷനറി ആകും. പിന്നീട് ഡിക്ലൈൻ ആണ്. ഡെത്ത് എന്ത് ചെയ്യുന്നു? ഡെത്ത് റേറ്റ് കൂടുന്നു. ഇതാണ് ബാക്ടീരിയൽ ഗ്രോത്ത് ഫേസിന്റെ അല്ലെങ്കിൽ ഒരു ബാച്ച് കൾച്ചറിൽ ബാക്ടീരിയൽ ഗ്രോത്തിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. Next, the function of fimbriae is motility, DNA replication, surface attachment, nutrient uptake. സിമ്പിൾ. ഫിംബ്രിയ എന്തിനു വേണ്ടിയാണ്? ഫിംബ്രിയ എന്ന് പറയുന്നത് സർഫസ് അറ്റാച്ച്മെന്റ് ആണ്. സോ ആൻസർ സി ആണ് വരുന്നത്. ഫിംബ്രിയ എന്ന് പറയുന്ന ഈ പറയുന്ന ഹോസ്റ്റ് ടിഷ്യൂസിലേക്കും സർഫസിലേക്കും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ഓർഗൻ ആണ്. കോളനൈസേഷനും അതേപോലെ തന്നെ പത്തോജനസിറ്റിക്ക് എല്ലാം കാരണമാകുന്നതാണ്. ഇനി നമുക്കൊരു കൺഫ്യൂസിങ് വരുന്നത് മോട്ടിലിറ്റി എന്ന് പറയുന്നത് ആരുമായിട്ടാണ്? ഫ്ലജെല്ലയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഫിംബ്രിയെ അല്ല. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എമംഗ് ദ ഫോളോയിങ്. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആൽഡോളേസ് കാറ്റലൈസസ് ക്ലീവേജ് ഇൻ ഗ്ലൈക്കോളിസിസ്. ആൽഡോളേസ് കറക്റ്റ് അല്ലേ? ആൾഡോളേസ് എന്താണ്? ഗ്ലൈക്കോളിസിന്റെ ക്ലീവേജ് സ്റ്റെപ്പിൽ ആവശ്യമായിട്ടുള്ള ഒരു എൻസൈം ആണ്. കറക്റ്റ് ആണ്. ഫോസ്ഫോഫ്രക്ടോകൈനേസ് കൺട്രോൾസ് ഗ്ലൈക്കോളിറ്റിക് റേറ്റ്. ഫോസ്ഫോഫ്രക്ടോകൈനേസ് ഈ പറയുന്ന ഗ്ലൈക്കോളിസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പൈരുവേറ്റ് കൈനേസ് കൺവേർട്ട് ഫോസ്ഫോഇനോൾ പൈരുവേറ്റ് അല്ലെങ്കിൽ PEP ടു പൈരുവേറ്റ്. കറക്റ്റ് ആണ്. പൈരുവേറ്റ് കൈനേസ് എന്ന് പറയുന്നത് PEP-നെ പൈരുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. സോ 1, 2, 3 കറക്റ്റ് ആണ്. ഹെക്സോകൈനേസ് ഈസ് റെഗുലേറ്റഡ് ബൈ CAMB. കറക്റ്റ് ആണോ? അല്ല. ഹെക്സോകൈനേസ് എന്ന് പറയുന്നത് മെയിൻലി റെഗുലേറ്റ് ചെയ്യുന്നത് G6P അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വഴിയാണ്, അല്ലാതെ CAMB വഴിയല്ല. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? 1, 2, 3 ആണ്. അത് വരുന്ന ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഇനി അടുത്തത് ഒരു അസേർഷൻ റീസണിംഗ് ആണ്. ഒരുപാട് അസേർഷൻ റീസണിംഗ് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് വന്നിട്ടുണ്ട്. MRI ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോഫിസിയോളജിക്കൽ മെത്തേഡ്. MRI ഒരു ഇലക്ട്രോഫിസിയോളജിക്കൽ മെത്തേഡ് ആണോ? അല്ല. അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് MRI uses nuclear magnetic resonance of proteins in tissues. അതെങ്ങനെയാണ്? അത് കറക്റ്റ് ആണ്.
സോ ഈ പറയുന്ന mRNA ഒരു ഇലക്ട്രോ ഫിസിയോളജിക്കൽ മെത്തേഡ് ആണെന്ന് പറയുന്നത് ഇൻകറക്റ്റും mRNA ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത് ട്രൂവുമാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എ ഇസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. mRNA എന്തല്ല, ഒരു ഇലക്ട്രോ ഫിസിയോളജിക്കൽ മെത്തേഡ് അല്ല. അതെന്ത് മെത്തേഡ് ആണ്? അതൊരു ഇമേജിംഗ് മെത്തേഡ് ആണ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് വഴി എന്ത് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡിന്റെ ബേസിസിലാണ് mRNA വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോ ഫിസിയോളജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് പൊതുവെ EEG, ECG, EMG ആണ്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ കാണിക്കാൻ. mRNA എന്തിന് കാണിക്കാനാണ്? ഇമേജിംഗ് മെത്തേഡ് ആണ്. mRNA നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ റെസൊണൻസ്, മാഗ്നറ്റിക് ഫീൽഡിലുള്ള പ്രോട്ടീൻ റെസൊണൻസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇമേജ് ഫോം ചെയ്യുന്നത്, അല്ലാതെ ഇലക്ട്രിക്കൽ റെക്കോർഡിങ്സ് അല്ല. അടുത്തത് ട്രാൻസ്ലേഷൻ ഇനിഷ്യേഷൻ ഇൻവോൾവ്സ് റൈബോസോം അസംബ്ലി അറ്റ് സ്റ്റാർട്ട് കോഡോൺ, സ്പ്ലൈസിംഗ്, DNA methylation, termination codon. ഏതാണ് ട്രാൻസ്ലേഷൻ? ട്രാൻസ്ലേഷൻ തുടങ്ങാൻ ഫസ്റ്റ് എന്ത് വേണം? റൈബോസോമിന്റെ അസംബ്ലി സ്റ്റാർട്ട് കോഡോണിൽ എത്തണം. സോ ആൻസർ എ ആണ് കറക്റ്റ് വരുന്നത്. ട്രാൻസ്ലേഷൻ ഇനിഷ്യേഷനിൽ എന്ത് ചെയ്യുന്നു? mRNA വന്ന് ഈ പറയുന്ന റൈബോസോമിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. റൈബോസോമില് ഈ പറയുന്ന mRNA സ്റ്റാർട്ട് കോഡോണിലേക്ക് tRNA വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇനിഷ്യേഷൻ ഫാക്ടേഴ്സ് വന്ന് ബൈൻഡ് ചെയ്തിട്ടാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. സ്പ്ലൈസ് നമുക്കറിയാം എന്താണ്, mRNA പ്രോസസ്സിംഗ് ചെയ്യാനാണ്. mRNA എല്ലാം ഫോം ചെയ്തതിന് ശേഷം അതിനെ പ്രോസസ് ചെയ്യാനാണ് സ്പ്ലൈസിംഗ്. DNA methylation നമുക്കറിയാം ജീൻ റെഗുലേഷൻ ആണ്. ടെർമിനേഷൻ കോഡോൺ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എൻഡ് ചെയ്യിക്കാനുള്ളതാണ്. അടുത്തത് the lactopron is activated when glucose is abundant, lactose is present, glucose absent, RNA polymerase is methylated, DNA replication is initiated. So ആകെ രണ്ട് ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് കൺഫ്യൂസിങ് ആവുന്നുള്ളൂ. ഓർക്കുക, ലാക്ടോപ്രോൺ എന്ന് പറയുന്നത് ലാക്ടോസിന്റെ പ്രസൻസിൽ വർക്ക് ചെയ്യുന്നതാണ്. എപ്പോഴാണ്? ലാക്ടോസിന്റെ പ്രസൻസിൽ, ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് ലാക്ടോസിന്റെ പ്രസൻസിൽ വർക്ക് ചെയ്യുന്നതാണ് ലാക്ടോപ്രോൺ എന്ന് പറയുന്നത്. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ലാക്ടോപ്രോൺ എന്ന് പറയുന്നത് ലാക്ടോസ് പ്രസന്റ് ആയിരിക്കണം, ഗ്ലൂക്കോസ് അബ്സെന്റ് ആയിരിക്കണം. എങ്ങനെയാണ്? നമുക്കറിയാം ലാക്ടോപ്രോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ഒരു റിപ്രസർ വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ടാകും. ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് ലാക്ടോസ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലാക്ടോസ് ഉണ്ടെങ്കിൽ, ഗ്ലൂക്കോസ് ഇല്ല ലാക്ടോസ് പ്രസന്റ് ആണെങ്കിൽ ആ റിപ്രസർ പ്രോട്ടീനെ മാറ്റി എന്ത് ചെയ്യുന്നു, അവിടെ CAMP കൂടുന്നു. ക്യാപ്പിന്റെ ആക്ടിവിറ്റി കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ആക്ടിവേഷൻ നടക്കുന്നത്. ഗ്ലൂക്കോസ് അബണ്ടന്റ് ആണെങ്കിൽ ഇവിടെ ലാക്ടോപ്രോൺ സപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. Next, the phase where DNA replicates in cell cycle സിംഗിൾ ആയിട്ടുള്ളതായിരുന്നു M phase, G1 phase, S phase, G2 phase. ഏതാണ്? S phase ആണ് ഓപ്ഷൻ സി. S ഫേസിലാണ് ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ചെയ്യുന്നത്. ഏത് ഫേസിലാണ്? S ഫേസിലാണ്. അടുത്തത് the PDB informations about DNA sequence, protein 3D structures, lipid profiles, carbohydrate metabolism. PDB പേരിന്റെ ഫുൾ ഫോം എന്താണ്? പ്രോട്ടീൻ ഡേറ്റ ബാങ്ക് ആണ്. സോ ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടിയതായിരുന്നു ഓപ്ഷൻ ബി ആണ്. പ്രോട്ടീൻ 3D സ്ട്രക്ചേഴ്സ് ആണ്. PDB എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡേറ്റ ബാങ്കിൽ ഈ പറയുന്ന പ്രധാനമായിട്ടും പ്രോട്ടീൻസിന്റെയും അതുകൂടാതെ ന്യൂക്ലിക് ആസിഡിന്റെയും 3D സ്ട്രക്ചേഴ്സിന്റെ ഇൻഫോർമേഷൻ അടങ്ങിയിരിക്കുന്നതാണ്. ഈ പറയുന്ന എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി വഴിയും NMR, ക്രയോ-EM വഴിയെല്ലാമാണ് എന്ത് ചെയ്യുന്നത്, PDB ഈ പറയുന്ന ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. DNA സീക്വൻസുകൾ ആണെങ്കിൽ അത് പൊതുവെ നമ്മൾ ജീൻ ബാങ്ക്, EMBL, DDBJ പോലുള്ള സ്റ്റോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.